നമുക്ക് ഇതുപോലുള്ള പനീർ ബട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 സവാള, ഒരു പച്ചമുളക്, 2 തക്കാളി, ടീസ്പൂൺ ഉപ്പ്, 10 കാഷ്യൂനട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയും തക്കാളിയും ഈ പരുവാകുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം. പരുവത്തിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരപ്പങ്ങ് ഇട്ട് കൊടുക്കുവാണെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മിക്സി കഴിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 സ്പൂൺ കസ്തൂരി മേത്തി, 200 ഗ്രാം പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്.